വെൽക്കം ബാക്ക്. നമ്മൾ ബബ്ബബ്ബ മൂവി കണ്ടു. മോർണിംഗ് ഷോ ആയിരുന്നു, 8 മണിൻ്റെ ഷോ ആയിരുന്നു. ഇതിൽ മൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് നോ ലോജിക് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് അതിന് നമുക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. പോലെ ആ രീതിയിൽ തന്നെയാണ് പടം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ലോജിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പറഞ്ഞതിൻ്റെ അപ്പുറം ഒരു ലോജിക്കും ഇല്ല. തീരെ ഞങ്ങൾക്ക് ഒരു ലോജിക്കും ഫീൽ ചെയ്യൂല. ഒരു വട്ട് പടം, അങ്ങനത്തെ ഒരു പടമാണ്. ഇപ്പോൾ ഫാൻ മൂവി, സ്പൂഫ്, അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ് ഇത്. ലോജിക്ക് മൈൻഡ് സെറ്റിൽ വെച്ചിട്ടൊന്നും കാണാൻ പറ്റിയ പടമല്ല. അങ്ങനത്തോരോട് നമ്മൾ കാണണമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയൂല. ഇത് എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റണ പടം തന്നെയാണ്. മോഹൻലാലിൻ്റെ ആണെങ്കിലും ദിലീപിൻ്റെ ആണെങ്കിലും ഒക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണ ഒരുപാട് സീനുകളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. കുറേ ഓൾഡ് മൂവീസിനെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലും, കുറേ പഴയ നടന്മാരെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലും, കുറേ പഴയ സോങ്ങും, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജഗപൊക ഒരു അങ്ങനത്തെ ഒരു സ്പൂഫ് ഫാൻ മൂവിയാണ്. പക്ഷേ എല്ലാവർക്കും ദഹിക്കൂല. അത് ആ മൈൻഡ് സെറ്റിൽ തന്നെ പോയാൽ മാത്രമേ അത് ദഹിക്കുള്ളൂ. സ്റ്റോറി ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. പടം ഒരു വഴിക്ക് ഒരു സ്റ്റോറി ഉണ്ട്, പക്ഷെ അതായിട്ട് വൈക്കിങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയിൽ ആക്ടേഴ്സിൻ്റെ ഷോ ഓഫ്, ഡെയിലി അവരെ ലൈഫിൽ നടക്കുന്ന സ്റ്റോറീൻ്റെ കാര്യങ്ങൾ നമ്മളടുത്തേക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതൊക്കെ കുത്തിത്തിരുകിയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമ്മളടുത്തേക്ക് തരുന്നത്. ഇതിൽ ഓരോ നടന്മാർക്കും, പ്രത്യേകിച്ച് ദിലീപിന് പറയാനുള്ള, ഓഡിയൻസിനോട് എന്തെല്ലാം പറയാനുണ്ടോ അത് വൃത്തിക്ക് ഒരു മറുപടി എന്നുള്ള രീതിയിലും ഒരു തിരിച്ചുവരവ് എന്നുള്ള രീതിയിലും ഒരു അക്കം തെറ്റാതെ പറയാനുള്ളതെല്ലാം അതിൽ നമ്മോട് പറഞ്ഞു കഴിഞ്ഞണം. അപ്പോൾ അങ്ങനെ കുറേ പാർട്ടുണ്ട്. പിന്നെ ഓരോ നടന്മാരാണെങ്കിലും എടുത്തെടുത്ത്, ഇപ്പോൾ ധ്യാൻ്റെ ആണെങ്കിലും വിനീത് ശ്രീനിവാസൻ്റെ ആണെങ്കിലും, വിനീത് ശ്രീനിവാസൻ്റെ അങ്ങനെ ഫീൽ ചെയ്തില്ല. ധ്യാൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ധ്യാൻ എങ്ങനെയാണോ റിയൽ ലൈഫിൽ, അത് എങ്ങനെയാണോ ധ്യാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. മോഹൻലാലിൻ്റെതാണെങ്കിലും ഓൾഡ് മൂവിയിലെ കുറേ നമുക്ക് ഇഷ്ടപ്പെടുന്ന മാസ് സീനുകളൊക്കെ ഓർമ്മിപ്പിക്കണ കുറേ സീൻ ഇതിലും ഉണ്ട്. അത് നമുക്ക് ആ രീതിയിൽ നിങ്ങൾ കാണണമെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും ഈ പടം തിയേറ്ററിൽ നിന്ന് കാണാതെ ഈ ഒരു ഫീല് കിട്ടൂല. ഇതിൻ്റെ ആ ഒരു ഫാൻ മൂവി, ആ ഒരു ഭ്രാന്തൻ പടം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് തന്നെ കാണൽ നിർബന്ധമാണ്. ഇത് OTTയിൽ ഫോണിലോ TVയിലോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടെ കുറച്ച് ആൾക്കാർ എൻജോയ് ചെയ്യാനും കൂടി ഉണ്ടാകുമ്പോൾ കൂടുതൽ എഫക്റ്റ് ചെയ്യണ പോലത്തെ ഒരു പടമായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ കാണാൻ ട്രൈ ചെയ്യുക. അതേപോലെ ഇതിൽ പാലു വർഗീസ് ആണെങ്കിലും, റിയാസ് ഖാൻ്റെ എൻട്രി ആണെങ്കിലും, അതേപോലെ ധ്യാന്, വിനീത് ശ്രീനിവാസൻ, എല്ലാവർക്കും കൊടുത്ത റോളൊക്കെ അവർ പക്ക ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മാസ് ആണെങ്കിലും ഇതിൽ ആ ഒരു ഫാൻ വൈബിൽ മാസ് സെറ്റാണ്. ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ മാസ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റ് ആവില്ല. അപ്പോൾ അത് നമ്മൾ തീർത്ത് പറയാം. നമ്മൾ വെറുതെ ആരും പറഞ്ഞ് പറ്റിച്ച് ടിക്കറ്റ് എടുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പടം തീരെ ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഒന്നും കഴിഞ്ഞത് അറിഞ്ഞിട്ടേ ഇല്ല. സെക്കൻഡ് ഹാഫ് ആണെങ്കിലും കുറേ മാസ് പരിപാടികളും. പടം എവിടുന്നോ തുടങ്ങണോ എവിടെല്ലോ പോയി അവസാനിക്കണോ, അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതിൽ ആരെല്ലോ വരുന്നു, ആരെല്ലോ പോണു. ചിലവർ വരും, ചിലപ്പോൾ ത്രൂ ഔട്ട് ലാസ്റ്റ് വരെ ഉണ്ടാവും. ചിലവർ വന്ന പാടെ പിന്നെ അവരെ കാണാനുണ്ടാവില്ല. പക്ഷെ എല്ലാവരും ഓരോരോ ഓരോ ആക്ടേഴ്സിനും ഒരു പഴയ ഒരു ബെസ്റ്റ് സീനുകളൊക്കെ ഉണ്ടായതുണ്ടാവില്ല നമുക്കൊക്കെ ഓർമ്മയുള്ള. അങ്ങനത്തെ കുറേ സാധനം പിക്ക് ചെയ്തിട്ട് അതിങ്ങനെ എടുത്തിട്ടിട്ട് വളരെ തിയേറ്ററിലാണെങ്കിലും എല്ലാവരും എൻജോയ് ചെയ്യണം, നമുക്ക് മനസ്സിലാവില്ല. എല്ലാവരും ചിരിക്കുന്നുണ്ട്. കുറേ പഴയ നടന്മാർ, അവരെ കുറേ പഴയ സീനുകൾ, പഴയ പാട്ടുകൾ, അങ്ങനെ പല ഓർമ്മിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ, പഴയ പടത്തിലെ വണ്ടികൾ, അങ്ങനെ ഒരുപാട് നമുക്ക് ഒരു 10 വർഷം ബാക്കിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നമ്മളെ റിമൈൻഡ് ചെയ്യണ കുറേ കാര്യങ്ങൾ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗോകുലം ഗോപാലൻ, നമ്മളെ പ്രൊഡ്യൂസറൊക്കെ മൂവിയിലുണ്ട്. അതൊക്കെ നല്ല നന്നാക്കിയിട്ടാണ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ മൂവിനെ കുറിച്ച് പറയാനുള്ളത്. എൻജോയ് ചെയ്യാൻ പറ്റിയ ചില്ല് ഒരു ഭ്രാന്തൻ പടമാണ്. ഈ വൈബിൽ പോയി കാണുക. ലോജിക്കിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്താനും പറയാനും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവരെ നോ ലോജിക് എന്നുള്ള രീതിയിലാണ് പടം ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മൈൻഡ് സെറ്റിൽ കാണുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ കാണുക, അതാണ് പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. കണ്ടു നോക്കുക. എന്തായാലും
പൈസ വേസ്റ്റ് ആവുമെന്ന് തോന്നുന്നില്ല ആ മൈൻഡ് സെറ്റിൽ പോയാൽ. അപ്പോൾ ഇതാണ് പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ദിലീപിൻ്റെ കംബാക്ക് ആവോ ഗോ ബാക്ക് ആവോ എന്നൊക്കെ ഉള്ളത് മൊത്തത്തിൽ എല്ലാവരും ഒരു വിലയിരുത്തൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയതാണ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും വിലയിരുത്തൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് വളരെ ഓപ്പണായിട്ട് അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൂവി കണ്ടു നോക്കുക. കാണാൻ പറ്റിയ പടം തന്നെയാണ്. എന്തായാലും തിയേറ്ററിൽ നിന്ന് കണ്ടാൽ കിട്ടുന്ന വൈബ് എന്തായാലും അത് OTT കണ്ടാൽ കിട്ടൂല. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ടിക്കറ്റ് എടുത്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൽ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, താങ്ക് യു.